ഏശയ്യ 49:16. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കൈ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിന്റെ മതിലുകൾ എൻ്റെ മുൻപിലുണ്ട്. നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളുള്ള സ്നേഹം അല്പം കുറയുമ്പോൾ നമ്മൾ പറയാറില്ലേ, എൻ്റെ കാര്യത്തിൽ ശ്രദ്ധയില്ല, എന്നെക്കുറിച്ചൊരു വിചാരവുമില്ല, എന്നെ നോക്കുന്നില്ല, അങ്ങനെയൊക്കെ. പക്ഷെ വാസ്തവത്തിൽ അവർ നമ്മളോട് അല്പം സങ്കടമോ അകൽച്ചയോ ഒക്കെ കാണിക്കുമ്പോൾ അവരുടെ മനസ്സിൽ നമ്മളെക്കുറിച്ച് വളരെ ശക്തമായ ഒരു കരുതലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ദേഷ്യപ്പെട്ടും വഴക്കിട്ടും അവിടെയോടെയൊക്കെ മാറി നിൽക്കുമ്പോൾ അല്പം സമയത്തിനുള്ളിൽ തന്നെ നമ്മളെ അന്വേഷിച്ചു വരും. ഇതുപോലെ തന്നെയാണ് ദൈവവും. ദൈവത്തെ നമ്മൾ സ്നേഹിക്കുമ്പോൾ ദൈവം നമ്മളോട് കാണിക്കുന്ന അതേ കരുതൽ തന്നെയാണ് ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുമ്പോഴും കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഏശയ്യയുടെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നത്, ഇതാ നിന്റെ ഞാൻ ഉള്ളം കൈ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിന്റെ മതിലുകൾ എൻ്റെ മുൻപിലുണ്ട്. കർത്താവ് നമ്മളെ എപ്പോഴും ഉള്ളം കൈ രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മളെ പൊന്നുപോലെ സൂക്ഷിക്കുക എന്നതാണ് അർത്ഥം. നമ്മൾ എവിടെ സുരക്ഷിതരാണ്, എവിടെ ശത്രു നമ്മെ ആക്രമിക്കും, ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തെക്കുറിച്ചും ദൈവത്തിന് അതിൻ്റേതായ കരുതലുണ്ട്. അപ്പോൾ നമ്മൾ സംഘർഷാവസ്ഥയിലേക്ക് പോകുമ്പോഴും ഒരു പ്രലോഭനത്തിലേക്ക് വീഴുമ്പോഴും വാസ്തവത്തിൽ പ്രലോഭനം ദൈവത്തിൽ നിന്നല്ല, അത് ശത്രുവിൽ നിന്നാണ്. നമുക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തടയാനുള്ള ശേഷി എത്രത്തോളം ഉണ്ടെന്ന് കർത്താവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, നമ്മുടെ കഴിവിൽ അതീതമായ ഒരു പ്രലോഭനം ഉണ്ടാകുവാൻ ദൈവം അനുവദിക്കുന്നില്ല. കാരണം അത് നമ്മെ ദൈവത്തോടുള്ള ഐക്യം, നിത്യജീവൻ എന്നിവയിൽ നിന്ന് അകറ്റും. അതുകൊണ്ട് നമ്മുടെ മതിലുകൾ എപ്പോഴും കർത്താവിൻ്റെ മുൻപിലുണ്ട്. എന്നാൽ നമുക്കുണ്ടാകുന്ന ഈ ഞെരുക്കങ്ങളിൽ പോലും ദൈവം നമ്മളെ ഉള്ളം കയ്യിൽ സൂക്ഷിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കുവാൻ ദൈവകൽപ്പനകൾ അനുസരിച്ചും കൂദാശകൾ അടിക്കടിക്ക് സ്വീകരിച്ച് നമുക്ക് ദൈവത്തോടൊപ്പം ചേർന്നിരിക്കാം.